ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല സ്വാദിൽ ചേന ഫ്രൈ ഉണ്ടാക്കാം. ഒരു ചേന എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഉള്ള ചേനയാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വരുമ്പോൾ ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവും. മണ്ണൊക്കെ ഉണ്ട് പുറത്ത്. കഴുകി തൊലി കളഞ്ഞ് വൃത്തിയാക്കാം. 4 കഷ്ണാക്കിയതാണ്. തൊലി കളഞ്ഞ് കഴുകിയെടുത്തു. ഇനി മുറിച്ചെടുക്കാം. ഏകദേശം സ്ക്വയർ പീസസ് ആക്കാം. ഒരേ കനത്തിൽ എല്ലാം നുറുക്കി ഇങ്ങനെയുള്ള കഷ്ണാക്കിയിട്ടുണ്ട്. നീളം വ്യത്യാസമായാലും കട്ടി ഒരേപോലെയാണ്. എന്നാലേ ഒരേ സമയത്ത് തന്നെ എല്ലാ കഷ്ണങ്ങളും വേവുള്ളൂ. വെള്ളം തിളച്ചു തുടങ്ങി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി കഷ്ണങ്ങളിടാം. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ മിക്സ് ആവണ പോലെ ഇളക്കാം. ഇനി അടച്ചു വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ട് കഷ്ണം വെന്തോന്ന് നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട്, എന്നാൽ കുഴഞ്ഞിട്ടുമില്ല. ഇനി വെള്ളം ഊറ്റി മാറ്റാം. ചേനയുടെ വേവിന് വ്യത്യാസം ഉണ്ടാവും പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് വേണം വേവിക്കാൻ. കുക്കറിലൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും. ഇനി 15 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 1 കപ്പ് ഉള്ളി കല്ലിൽ ചതച്ചെടുക്കാം. കല്ലിലാവുമ്പോൾ പാകത്തിന് ചതയും. വെള്ളം പോലെ ആവരുത്, വലിയ കഷ്ണമായിട്ട് കിടക്കാനും പാടില്ല. ഇതിപ്പോൾ പാകത്തിന് ചതഞ്ഞിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിന് വെളിച്ചെണ്ണയാണ് കൂടുതൽ സ്വാദ് ബാക്കി ഓയിലിനേക്കാളൊക്കെ. കടുക് 1 ടീസ്പൂൺ. പൊട്ടിക്കഴിഞ്ഞു. ഇനി 3 വറ്റൽമുളക് ഒന്ന് കഷ്ണാക്കിയിട്ട് 2 കൊത്ത് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇളക്കിയിട്ട് ചൂടായി കഴിഞ്ഞ് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ഈ ചേന ഫ്രൈയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ക്വാണ്ടിറ്റി സാധാരണ ചേനപ്പേരിയേക്കാളും കൂടുതൽ വേണം. അപ്പോഴാണ് കൂടുതൽ സ്വാദ്. വഴന്നിട്ടുണ്ട്. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് ചേർക്കാം. ഇതിന് കൃത്യമായിട്ടുള്ള അളവൊന്നുമില്ല. നാളികേരക്കൊത്ത് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും സ്വാദിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ചേന വേവിച്ച്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. 1 ഹീപ്പ് ടീസ്പൂൺ കുരുമുളക് പൊടി, ചതച്ച കുരുമുളകായാലും മതി. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ചേനയ്ക്ക് മസാലയുടെ ഫ്ലേവറും കൂടി വരും. പൊടികൾ മൂത്തിട്ടുണ്ട്. ഇനി ചേന വേവിച്ചത് ഊറ്റി വെച്ചത് ചേർക്കാം. ഒടിഞ്ഞു പോവാണ്ട് ഇളക്കാം. ആവിയിൽ ഫ്ലേവേഴ്സ് എല്ലാം മിക്സായിട്ട് കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വരും. ഉള്ളി ചേർത്തതിലേക്ക് വേണ്ട ഉപ്പ്, 1 ഹീപ്പ് ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. നല്ല കളർ കിട്ടും. ഇനി ഇത് മിക്സായാൽ മതി. കശ്മീരി ചില്ലി പൗഡർ ഗ്രേവിയുള്ള കൂട്ടാനാണെങ്കിൽ മറ്റു പൊടികളുടെ ഒപ്പം തന്നെ ചേർക്കാം. ഇതിൽ ഡ്രൈ ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് കശ്മീരി ചില്ലി പൗഡർ മാത്രം അവസാനം ചേർത്ത്. അടച്ചു വെക്കുന്നതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. അപ്പോൾ 1/2 കിലോ ചേനയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം മിക്സായി. നല്ലൊരു മണമാണ്, സ്പൈസി ആയിട്ടുള്ള മണം. എല്ലാം ഡ്രൈ ആയിട്ടുള്ള മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെയാണ്. ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാൻ പാടുള്ളൂ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ. അപ്പോൾ ആയിക്കഴിഞ്ഞു. നല്ല സ്വാദാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വേഗം കാണാം. താങ്ക് യു.